കൊച്ചി കടവന്ത്രയിലെ സപ്ലൈകോ ഡിപ്പോയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിലെ മാധ്യമ വിലക്കിന് എതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വരുന്നത്. റിയ നൽകും വിവരങ്ങൾ. റിയ, മാധ്യമ വിലക്ക് വളരെ പ്രധാനപ്പെട്ടതായി തന്നെ കണ്ടുകൊണ്ടാണ് പ്രതിഷേധമൊക്കെ വരുന്നത്. ഈ സപ്ലൈകോ MD ആണ് ഉത്തരവ് ഇറക്കിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ രീതി എങ്ങനെയാണ്? സപ്ലൈകോയിലെ ബസ്സുകൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് പ്രതിഷേധം സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നത് ജനങ്ങൾ അറിയാതിരിക്കാനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ ആ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുമെന്നുമാണ് ഇപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കടവന്ത്രയിലുള്ള സപ്ലൈകോയുടെ ഓഫീസിലേക്ക് എബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സപ്ലൈകോ ഓഫീസിനകത്ത് കയറി ഈ ദൃശ്യങ്ങൾ, അതായത് കാലിയായ റാക്കുകളുടെ ദൃശ്യങ്ങൾ അവർ ലൈവ് ചെയ്യുകയും മറ്റും ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ കാലിയായി കിടക്കുന്ന സപ്ലൈകോയുടെ ദൃശ്യങ്ങൾ അത് പുറത്തേക്ക് എത്താതിരിക്കാൻ സപ്ലൈകോ നീക്കം നടത്തുന്നു. അത് പക്ഷെ അംഗീകരിക്കാനാകില്ല. ഒന്നുകിൽ സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ അത് മൂടി വെക്കാനുള്ള നീക്കങ്ങൾ നടത്തരുതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. സപ്ലൈകോയുടെ പ്രധാന ഓഫീസുകളിലൊന്നാണ് ഈ കടവന്ത്രയിലുള്ള ഈ ഓഫീസ്. അവിടെ കയറിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. അതായത് നമ്മള് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടവന്ത്രയിലെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്നത്. ഈ ഔട്ട്ലെറ്റിൽ പഞ്ചസാരയില്ല, കടലയില്ല, അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് CMDയുടെ പക്കൽ നിന്ന് ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഇവിടെ വീഡിയോ ഷൂട്ടിങ്ങോ ഫോട്ടോ ഷൂട്ടിങ്ങോ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ CMD പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിപ്പോൾ കണ്ടു, ഒഴിഞ്ഞ റാക്കുകളാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിവിടെ നമ്മളെ നിശബ്ദരാക്കിക്കൊണ്ട്, യൂത്ത് കോൺഗ്രസിനെ നിശബ്ദരാക്കിക്കൊണ്ട്, മാധ്യമങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ സപ്ലൈകോയുടെ ഈ നാട്ടിലെ യഥാർത്ഥ അവസ്ഥ, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ജനങ്ങൾ കാണില്ല എന്നുള്ളതാണ് സർക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതിന് ഒരു കാരണവശാലും നിന്നുകൊടുക്കാൻ പോകുന്നില്ല. ഈ സപ്ലൈകോയുടെ CMD എന്ന് പറയുന്ന വ്യക്തി, അയാള് ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കൊട്ടേഷൻ ഗ്യാങ് ലീഡറെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ്. കാരണം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട്, KM ബഷീറിന്റെ വണ്ടി ഇടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉപകാര സ്മരണ എന്നോണം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ മാഫിയയുടെ ലീഡറായിട്ടാണ് ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരൻ വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്യരുത്, ഒഴിഞ്ഞ റാക്കുകൾ കാണരുത്. ഇതൊക്കെ അങ്ങ് വെള്ളരിക്ക പട്ടണത്തിൽ നടക്കും, കേരളത്തിൽ നടക്കില്ല എന്ന് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ മനസ്സിലാക്കണം. അയാൾ അവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നോ ഈ ഓഫീസിൽ? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ. ഞങ്ങളൊന്നും പറയുന്നില്ല. ഒഴിഞ്ഞ റാക്കുകളാണ്. 2 കിലോ പഞ്ചസാര തരാൻ പറ, അത് തരട്ടെ. ഇവിടെ സാധാരണക്കാരന് ഇപ്പോ ഇവിടെ വരുന്ന ആളുകൾ തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ ഫ്ലോറിലാണ് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുന്നത്. ഇവിടുന്ന് ആളുകൾ ഇറങ്ങി പോകുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ഒരു സാധനവുമില്ല, ഇവിടെ ഒന്നും കിട്ടാനില്ല. എന്നിട്ട് ആ റാക്കുകൾ ജനങ്ങൾ കാണരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഇയാളിപ്പോൾ പറഞ്ഞ, ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത് അംനേഷ്യ ബാധിച്ചത് കാരണം അയാൾക്ക് ഓർമ്മയില്ലായിരുന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ഇയാൾ അംനേഷ്യ ബാധിച്ചത് കൊണ്ടാണോ ഇപ്പൊ ഇയാൾ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അബിൻ വർക്കി അടക്കം വ്യക്തമാക്കിയതുപോലെ കാലിയായ റാക്കുകൾ ഉൾപ്പെടെയില്ല, വിലവർദ്ധനവ് നടപ്പിലാക്കുന്നു. പക്ഷേ
സാധനങ്ങൾ സാധാരണക്കാരെ ലഭ്യമാക്കുന്നില്ല, അത് മറച്ചുവെക്കാൻ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നൊരു ഉത്തരവ് കൂടി പുറത്തിറക്കുന്നു എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എറണാകുളത്തെ സപ്ലൈകോ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടവന്ത്രയിലുള്ള സപ്ലൈകോയുടെ പ്രധാന ഓഫീസുകളിൽ ഒന്നുകൂടിയായ ഈ കടവന്ത്ര ഗാന്ധിനഗറിലെ ഓഫീസിലേക്ക് എത്തിയത്. സാധനങ്ങളില്ല, വിലവർദ്ധന. ശരി, റിയ ബേബിയാണ് ഇവരെ നൽകിയത്. മാതൃഭൂമി ന്യൂസ് ആണ് ഇന്ന് നേരത്തെ തന്നെ ഈ ക്യാമ്പയിനുകൾ സപ്ലൈകോ കാലിയാണ് എന്ന് ഉള്ള ക്യാമ്പയിനുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നടത്തിയത്. പക്ഷേ അതിൽ വിളറി പൂണ്ടുകൊണ്ടാണ് ഇപ്പോൾ സപ്ലൈകോയുടെ CMD ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് മാധ്യമങ്ങളെ അവിടേക്ക് അടുപ്പിക്കരുത് എന്ന ഉത്തരവ് ഇറക്കിയത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്.